ഈ വീഡിയോയുടെ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 50 പോളിസിക്ക് തുല്യമാണ് ഈ പോളിസി എന്ന്. ഞാനതൊരു ആലങ്കാരികമായി എഴുതിയതാണ്. എന്നിരുന്നാൽ പോലും 50 പോളിസി എടുത്താലും ലഭിക്കാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ഈ പോളിസിയിലൂടെ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിജോ വർഗീസ്. വെൽക്കം ബാക്ക് ടു ഫൈനാൻഷ്യൽ സർവർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനികളിലൊന്നായ ICICI ലംബാർഡിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസിലൊന്നായ എലിവേറ്റ് എന്ന പ്ലാനിനെ കുറിച്ചാണ്. ഈ പോളിസിയിൽ എന്നെ ആകർഷിച്ച ഘടകം തിരഞ്ഞെടുപ്പുകളുടെ ശ്രേണിയാണ്. അതായത് ആവശ്യമുള്ളവയ്ക്ക് മാത്രം നമ്മൾ പണം നൽകിയാൽ മതിയാകും. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ആദ്യമായി രൂപകൽപ്പന ചെയ്ത ഒരു പോളിസിയാണ് എലിവേറ്റ് എന്നുള്ളത്. പ്രധാനമായും 5 തരം ഇൻഫിനിറ്റ് കവറുകളാണ് ഈ പോളിസിയെ മനോഹരമാക്കുന്നത്. ഇൻഫിനിറ്റി കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തമായത്, അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സേവനങ്ങളെല്ലാം അനന്തമായിരിക്കും. ഈ വീഡിയോയുടെ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 50 പോളിസിക്ക് തുല്യമാണ് ഈ പോളിസി എന്ന്. ഞാനതൊരു ആലങ്കാരികമായി എഴുതിയതാണ്. എന്നിരുന്നാൽ പോലും 50 പോളിസി എടുത്താലും ലഭിക്കാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ഈ പോളിസിയിലൂടെ ലഭിക്കുന്നതാണ്. അതാണ് ഇൻഫിനിറ്റ് ക്ലെയിം എമൗണ്ട്. നിങ്ങൾ എടുക്കുന്ന സം ഇൻഷുർഡ് എത്ര രൂപയുടേതുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വലിയൊരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ ആ തുക കമ്പനി നിങ്ങൾക്ക് നൽകുന്നതാണ്. ഉദാഹരണം, 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്ത ഒരു വ്യക്തിക്ക് 80 ലക്ഷം രൂപയുടെ ഒരു ക്ലെയിം വന്നു എന്ന് കരുതുക. ആ തുക കമ്പനി യാതൊരുവിധ കട്ടിങ്ങും ഇല്ലാതെ നിങ്ങൾക്ക് നൽകുന്നതാണ്. 80 ലക്ഷം എന്നൊരു ലിമിറ്റില്ല, ആ തുക എത്രയായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കൽ മാത്രമേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇൻഫിനിറ്റ് സം ഇൻഷുർഡ്. സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ നിങ്ങൾക്ക് സം ഇൻഷുർഡ് തിരഞ്ഞെടുക്കുന്നതിന് പരിധികൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ പോളിസിയിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് സം ഇൻഷുർഡ് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. മൂന്നാമത്തെ പ്രത്യേകതയാണ് ഇൻഫിനിറ്റ് റീസെറ്റ്. ഇതിൻ പ്രകാരം നിങ്ങളുടെ സം ഇൻഷുർഡ് തീരുന്ന മുറയ്ക്ക് അൺലിമിറ്റഡ് ടൈംസ് നിങ്ങളുടെ സം ഇൻഷുർഡ് റീസ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നാലാമത്തെ പ്രത്യേകതയാണ് ഇൻഫിനിറ്റ് ക്യുമുലേറ്റീവ് ബോണസ്. സാധാരണ നിങ്ങൾ ബോണസ് എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. മുമ്പൊക്കെ 5ഉം 10ഉം ശതമാനമായിരുന്നു ബോണസ് നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് ചില കമ്പനികൾ 5 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി വരെയൊക്കെ ബോണസ് നൽകാറുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ടൈംസ് ആണ് ക്യുമുലേറ്റീവ് ബോണസ് ലഭിക്കുന്നത്. അതായത് ഇതിന് പരിധിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്ത വ്യക്തി 20 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവറേജ് 2 കോടി രൂപയായിരിക്കും. ഇത് 20 വർഷം എന്നില്ല, 30 വർഷമായാൽ 3 കോടിയാവും. അങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അഞ്ചാമത്തെ പ്രത്യേകതയാണ് ഇൻഫിനിറ്റ് അഷുറൻസ് അഥവാ ജം സ്റ്റാർട്ട്. നിങ്ങളുടെ നിലവിലെ രോഗങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമായി ചുരുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ആസ്മ, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഒബേസിറ്റി എന്നിവയ്ക്കെല്ലാം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇത് മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിശദമായ കാര്യങ്ങൾ കാണാൻ വേണ്ടി നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഈ പോളിസിയിൽ 18 വയസ്സ് മുതലുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പരമാവധി പ്രായം പറയുന്നില്ല. ഈ പോളിസിയുടെ പ്രീമിയം 1 വർഷം, 2 വർഷം, 3 വർഷം എന്നീ കാലാവധിയിലേക്ക് അടയ്ക്കാവുന്നതാണ്. 2 വർഷത്തെയും 3 വർഷത്തെയും പ്രീമിയം ഒരുമിച്ചടച്ചാൽ നിങ്ങൾക്ക് ലോങ് ടേം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഈ പോളിസിയുടെ സം ഇൻഷുർഡ് എന്നത് 5 ലക്ഷം, 7 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി, 3 കോടി അല്ലെങ്കിൽ അൺലിമിറ്റഡ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫാമിലി ഫ്ലോട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 അഡൽട്ട്, പരമാവധി 3 ചിൽഡ്രൻ എന്നിങ്ങനെയാണ്. ഈ പോളിസിയിൽ 30 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കുന്നതാണ്. ഈ പോളിസിയിൽ സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് ഇൻബിൽറ്റായി ലഭിക്കുക. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. ഇത് കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ആണ് ലഭിക്കുന്നത്. അടുത്തതാണ് ആയുഷ്. ആയുഷ് എന്നാൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ എന്നിവയാണ്. ഇതും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. അടുത്തതാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ. ഇതും ഈ പോളിസിയിൽ കവർ ചെയ്ത് ലഭിക്കുന്നതാണ്. ആശുപത്രിയിലൊന്നും റൂമില്ലാത്ത അവസ്ഥ, രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ, ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ. ഡോണർ എക്സ്പെൻസും ഈ പോളിസിയിലൂടെ കവർ ചെയ്യുന്നതാണ്. ഡൊമസ്റ്റിക് റോഡ് ആംബുലൻസും ഈ പോളിസിയിലൂടെ ലഭിക്കുന്നതാണ്. സറോഗസിയും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. 5 ലക്ഷം രൂപ വരെ ഇത് ലഭിക്കുന്നതാണ്. ബാരിയാട്രിക് സർജറിയും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ആണ് ലഭിക്കുന്നത്. അടുത്തതാണ് റീഫിൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്. നിങ്ങൾക്കിത് അൺലിമിറ്റഡ് ടൈംസ് ലഭിക്കുന്നതാണ്. അടുത്തതാണ് ഗ്യാരണ്ടി ക്യുമുലേറ്റീവ് ബോണസ്. ഇതിന് പ്രകാരം നിങ്ങളുടെ സം ഇൻഷുർഡ് 20% വെച്ച് ഓരോ വർഷവും ഉയരുന്നതാണ്. ഇത്തരത്തിൽ പരമാവധി 100% വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ ഇൻഫിനിറ്റ് ക്യുമുലേറ്റീവ് ബോണസും ലഭ്യമാണ്. അതേക്കുറിച്ച് ഞാൻ വീഡിയോയുടെ
വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവല്ലോ. ഇത് നിങ്ങൾക്ക് ആഡ് ഓൺ ആയി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ പോളിസിയിൽ വെൽനസ് ബെനിഫിറ്റും ലഭ്യമാണ്. ഇതിൻ പ്രകാരം 30% വരെ റിന്യൂവൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നേടാവുന്നതാണ്. മോഡേൺ ട്രീറ്റ്മെന്റും ഈ പോളിസിയിൽ ലഭ്യമാണ്. കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ആണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ പോളിസിയിലെ ചില ആഡ് ഓൺ കവറുകൾ നോക്കാം. ആദ്യത്തേതാണ് ഇൻഫിനിറ്റ് ക്ലെയിം. ഇതിൻ പ്രകാരം നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ എത്ര ലക്ഷം രൂപയുടെ പോളിസി എടുത്താലും നിങ്ങൾക്ക് വലിയൊരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ ആ തുക ഒരു തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് നിങ്ങൾ എടുത്തതെന്ന് കരുതുക. നിങ്ങൾക്ക് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ 1 കോടി രൂപയുടെ ക്ലെയിം വന്നു എന്നിരിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് 1 കോടി രൂപയും ഇൻഷുറൻസ് കമ്പനി നൽകുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരിക്കൽ മാത്രമാണ് ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ ആഡ് ഓൺ ആണ് പവർ ബൂസ്റ്റർ. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആഡ് ഓൺ വരുന്നത്. ഇതിൻ പ്രകാരം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ടൈംസ് ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസ് ലഭിക്കുന്നതാണ്. സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ 5 തവണ അല്ലെങ്കിൽ 10 തവണയൊക്കെ ഇരട്ടിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ ഇവിടെ ഇരട്ടിക്കുന്നത് നിൽക്കുന്നില്ല. എത്ര വർഷം നിങ്ങൾ പോളിസി തുടരുന്നുണ്ടോ അത്രയും വർഷം നിങ്ങളുടെ സം ഇൻഷുർഡ് ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഉദാഹരണം 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് നിങ്ങൾ എടുത്തതെന്ന് കരുതുക. 8 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സം ഇൻഷുർഡ് 80 ലക്ഷം രൂപയായിട്ടുണ്ടാവും. ഞാൻ ആദ്യം 20% വെച്ച് ബോണസ് ലഭിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിന് പുറമെയാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട റൈഡറാണ് ജം സ്റ്റാർട്ട്. അതായത് നിങ്ങൾക്ക് നിലവിലെ തിരഞ്ഞെടുത്ത ചില രോഗങ്ങൾക്ക് 30 ദിവസങ്ങൾക്ക് ശേഷം കവറേജ് ലഭിക്കുന്നതാണ്. സാധാരണഗതിയിൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം രോഗങ്ങൾ കവർ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും ആസ്മ, ഡയബറ്റിക്, കൊളസ്ട്രോൾ, ഒബേസിറ്റി എന്നിവയുള്ളവർക്ക് പോളിസി വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അടുത്ത ആഡ് ഓൺ ആണ് ക്ലെയിം പ്രൊട്ടക്ടർ. സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ 5% മുതൽ 10% വരെ കൺസ്യൂമബിൾ ഐറ്റംസ് നമ്മളുടെ ഇടയിൽ നിന്നും കട്ട് ചെയ്യാറുണ്ട്. സിറിഞ്ച്, മാസ്ക്, PPE കിറ്റ്, ഗ്ലൗസ് തുടങ്ങിയവയൊക്കെ ഈ ആഡ് ഓൺ എടുത്താൽ നിങ്ങൾക്ക് കവർ ചെയ്ത് ലഭിക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായും എടുക്കേണ്ട ഒരു ആഡ് ഓൺ ആണ് ക്ലെയിം പ്രൊട്ടക്ടർ എന്നത്. അടുത്ത ആഡ് ഓൺ ആണ് ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷൻ. ഇതിൻ പ്രകാരം ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സം ഇൻഷുർഡും ഉയരുന്നതാണ്. അടുത്ത ആഡ് ഓൺ ആണ് ഡൊമസ്റ്റിക് എയർ ആംബുലൻസ്. ഇത് അപ് ടു സം ഇൻഷുർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏഴാമത്തെ റൈഡറാണ് റൂം മോഡിഫിക്കേഷൻ. ഇതിൻ പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ റൂം കാറ്റഗറി ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം കുറവ് വരുത്തുന്നതിനോ കൂട്ടുന്നതിനോ ഇത് മുഖാന്തരം സാധിക്കുന്നതാണ്. എട്ടാമത്തെ ആഡ് ഓൺ ആണ് ഡിപ്പെൻഡന്റ് അക്കോമഡേഷൻ ബെനിഫിറ്റ്. ഇതിൻ പ്രകാരം നിങ്ങൾ ആശുപത്രിയിൽ കിടക്കുന്ന സമയം നിങ്ങളുടെ കൂടെ കൂട്ടിരിപ്പിനായി ആരെങ്കിലും ഉണ്ടെങ്കിൽ 1000 രൂപ വെച്ച് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ പരമാവധി 10 ദിവസം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഒമ്പതാമത്തെ ആഡ് ഓൺ ആണ് മെറ്റേണിറ്റി കവർ. മെറ്റേണിറ്റിയും നിങ്ങൾക്ക് ഇതിൽ ആഡ് ഓൺ ആയി തിരഞ്ഞെടുക്കാവുന്നതാണ്. സം ഇൻഷുർഡിൻ്റെ 10% അല്ലെങ്കിൽ പരമാവധി 1 ലക്ഷം രൂപ വരെയാണ് ഉപയോഗിക്കാവുന്നത്. മെറ്റേണിറ്റി കവറേജിന് പുറമെ ന്യൂബോൺ ബേബി കവർ, വാക്സിനേഷൻ കവർ എന്നിവയും ലഭിക്കുന്നതാണ്. ഇതിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ് 2 വർഷമാണ്. ന്യൂബോൺ ബേബി കവർ അപ് ടു 90 ഡേയ്സ് ആണ് ലഭിക്കുക. വാക്സിനേഷനായി ലഭിക്കുന്നത് 1% ഓഫ് സം ഇൻഷുർഡ് അല്ലെങ്കിൽ പരമാവധി 10,000 രൂപയാണ്. പത്താമത്തെ ആഡ് ഓൺ റൈഡർ എന്ന് പറയുന്നത് റിഡ്യൂസ് മെറ്റേണിറ്റി കവറാണ്. അതായത് മെറ്റേണിറ്റിയുടെ വെയിറ്റിംഗ് പീരീഡ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ 2 വർഷമാണെന്ന്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കി 1 വർഷമാക്കാവുന്നതാണ്. അടുത്ത ആഡ് ഓൺ ആണ് നേഴ്സിംഗ് അറ്റ് ഹോം. ഇതിൻ പ്രകാരം 2000 രൂപ വീതം ദിവസം ലഭിക്കുന്നതാണ്. പരമാവധി 10 ദിവസമാണ് ലഭിക്കുന്നത്. അടുത്ത ആഡ് ഓൺ റൈഡർ ആണ് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കവർ. ഇതിൻ പ്രകാരം 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷന് ശേഷം നിങ്ങൾക്കൊരു വീൽ ചെയർ ആവശ്യം വരാം. ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വീൽ ചെയർ വാങ്ങുന്നതിന് ഇത് ഉപകരിക്കുന്നതാണ്. അടുത്ത ആഡ് ഓൺ കവർ ആണ് കമ്പാഷനേറ്റ് കവർ. ഇതിൻ പ്രകാരം നിങ്ങൾക്ക് 20,000 രൂപ വരെ ലഭിക്കുന്നതാണ്. അഡ്മിഷൻ കുറഞ്ഞത് 10 ദിവസമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത ആഡ് ഓൺ ആണ് ഹെൽത്ത് ചെക്കപ്പ്. സാധാരണ പോളിസികളിൽ ഇതൊരു ഇൻബിൽറ്റ് ഫീച്ചറാണ് കാണാറുള്ളത്. എന്നാൽ ഇവിടെ ഇതൊരു ഓപ്ഷണൽ കവറാണ്. ഞാൻ എപ്പോഴും തന്നെ പറയാറുള്ളതാണ്, ഓപ്ഷണൽ കവറുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ ലഭിക്കുന്നതാണ് വളരെ നല്ലത്. കാരണം നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം നമ്മൾ പണം നൽകിയാൽ മതി. ഇതിന് പ്രകാരം സം ഇൻഷുർഡിൻ്റെ 5% അല്ലെങ്കിൽ പരമാവധി 5,000 രൂപ വരെ നിങ്ങൾക്ക് ഹെൽത്ത് ചെക്കപ്പിനായി ലഭിക്കുന്നതാണ്. വർഷത്തിൽ ഒരിക്കലാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ മറുപടിയിലൂടെ മാത്രമേ ഫ്യൂച്ചർ വീഡിയോസ് മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലിയർ അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി സി എന്നൊരു കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നോട്ട് ക്ലിയർ അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി NC എന്നൊരു കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗത്തിൻ്റെ ടൈം ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ പരമാവധി നേരത്തെ തന്നെ അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള കമൻറ്റ് ഞാൻ ഇട്ട് തരുന്നതാണ്. അടുത്ത ആഡ് ഓൺ കവറാണ് ബി ഫിറ്റ്.
ഇതിന് പ്രകാരം OPD ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്ത ആഡ് ഓൺ ആണ് ടെലി കൺസൾട്ടേഷൻ. ഇതിന് പ്രകാരം അൺലിമിറ്റഡ് ടൈംസ് നിങ്ങൾക്ക് ടെലി കൺസൾട്ടേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ആഡ് ഓൺ ആണ് വോളണ്ടറി കോ പേയ്മെൻറ്റ്. ഇതിന് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം കുറയ്ക്കാൻ കഴിയുന്നതാണ്. 10%, 20%, 30%, 40%, 50% എന്നിങ്ങനെയുള്ള കോ പേയ്മെൻറ്റ് ഓപ്ഷനുകൾ ഈ പോളിസിയിൽ ലഭ്യമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലെയിം ഷെയറിംഗ് ആണ്. അതായത് 20% നിങ്ങൾ കോ പേയ്മെൻറ്റ് തിരഞ്ഞെടുത്താൽ ഒരു ക്ലെയിം വരുമ്പോൾ അതിൻ്റെ 20% നിങ്ങൾ കയ്യിൽ നിന്നും അടയ്ക്കണം. ഉദാഹരണമായി 1 ലക്ഷം രൂപ ക്ലെയിം ആയി എന്ന് കരുതുക. ഇവിടെ 20,000 രൂപ നിങ്ങളും 80,000 രൂപ കമ്പനിയുമായിരിക്കും അടയ്ക്കുന്നത്. അടുത്ത ആഡ് ഓൺ റൈഡർ ആണ് നെറ്റ്വർക്ക് അഡ്വാൻറ്റേജ്. ഇതിന് പ്രകാരം പ്രീമിയത്തിൽ 10% ഇളവ് നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി ചില ആശുപത്രികളെ അവരുടെ നെറ്റ്വർക്ക് അഡ്വാൻറ്റേജ് ആയി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്തരം ആശുപത്രികളിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് 10% പ്രീമിയത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലല്ലാത്ത ആശുപത്രികളാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ 20% കോ പേയ്മെന്റ് നിങ്ങൾ നൽകേണ്ടതാണ്. അടുത്ത ആഡ് ഓൺ കവറാണ് പേഴ്സണൽ ആക്സിഡന്റ്. ഇതിന് പ്രകാരം പരമാവധി 50 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 65 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഈ റൈഡർ ലഭിക്കുകയുള്ളൂ. അടുത്തതാണ് ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ. തിരഞ്ഞെടുത്ത 20ഓളം ക്രിട്ടിക്കൽ ഇൽനസ് പിടിപെട്ടാൽ 50 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേ രോഗവുമായി നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ലഭിക്കുന്ന ക്ലെയിം തുകയ്ക്ക് പുറമെയാണ് ഇത് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ പോളിസിയിലെ ചില വെയിറ്റിംഗ് പീരീഡുകളൊന്ന് നോക്കാം. ആദ്യത്തേത് ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ആണ്. സാധാരണ പോളിസികളിൽ ഉള്ളതുപോലെ തന്നെ 30 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും രോഗങ്ങൾക്ക് കവറേജ് ലഭിച്ചു തുടങ്ങുക. എന്നാൽ ആക്സിഡന്റിന് Day 1 മുതൽ കവറേജ് ലഭിക്കുന്നതാണ്. അടുത്തതാണ് സ്പെസിഫൈഡ് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ്. ഹെർണിയ, കാറ്ററാക്ട്, കിഡ്നി സ്റ്റോൺ, ENT പ്രോബ്ലം തുടങ്ങിയ രോഗങ്ങൾക്ക് 24 മാസങ്ങൾക്ക് ശേഷമായിരിക്കും കവറേജ് ലഭിച്ചു തുടങ്ങുക. ഇതിനു പുറമെ ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോ കണ്ടീഷൻ എന്നിവയ്ക്ക് 90 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡും ഉണ്ടായിരിക്കുന്നതാണ്. ക്രിട്ടിക്കൽ ഇൽനസിനും 90 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. നിലവിലെ നിങ്ങളുടെ രോഗങ്ങൾക്ക് 36 മാസത്തെ വെയിറ്റിംഗ് പീരീഡാണ് ഉണ്ടായിരിക്കുന്നത്. ബാരിയാട്രിക് സർജറിക്ക് 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. പ്രസവ കവറേജിന് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് ഉള്ളത്. ഈ പോളിസിയുടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നത് 90 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നത് 180 ദിവസമാണ്. ഇനി നമുക്ക് ഈ പോളിസിയിൽ ലഭിക്കുന്ന ചില ഡിസ്കൗണ്ടുകൾ നോക്കാം. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ നല്ലതാണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നേടാവുന്നതാണ്. അടുത്തതാണ് വെൽനസ് ഡിസ്കൗണ്ട്. റിന്യൂവൽ സമയത്ത് 30% വരെ റിന്യൂവൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നേടാവുന്നതാണ്. അടുത്തതാണ് എയർലി റിന്യൂവൽ ഡിസ്കൗണ്ട്. നിങ്ങൾ നിങ്ങളുടെ റിന്യൂവൽ പോളിസി തീരുന്നതിന് 30 ദിവസങ്ങൾക്ക് മുമ്പ് അടയ്ക്കുകയാണെങ്കിൽ 2.5% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് ലോങ് ടേം ഡിസ്കൗണ്ട്. 2 വർഷത്തെ പ്രീമിയം നിങ്ങൾ ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 10%, 3 വർഷത്തെ പ്രീമിയം നിങ്ങൾ ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് പ്രീമിയം. 30 വയസ്സുള്ള ഒരു വ്യക്തിയും ഭാര്യയും കുട്ടിയും കൂടി പോളിസി എടുക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് വരുന്ന പ്രീമിയം 14,005 രൂപയാണ്. ഇവിടെ ഞാൻ ആഡ് ഓണുകൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങൾ എല്ലാ ആഡ് ഓണുകളും എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിർബന്ധമായും കൺസ്യൂമബിൾസ് ആഡ് ഓൺ തീർച്ചയായും എടുത്തിരിക്കുക. കാരണം 6% മുതൽ 10% വരെ കൺസ്യൂമബിൾസ് ചാർജ് ആണ് ഒരു ക്ലെയിമിൽ വരുന്നത്. A, B, C, D എന്നീ 4 സോണുകളിലാണ് ഈ പോളിസി നിങ്ങൾക്കായി ലഭിക്കുന്നത്. ഇതിൽ കേരളം വരുന്നത് C സോണിലാണ്. A സോണിനെയും B സോണിനെ അപേക്ഷിച്ച് പ്രീമിയം കമ്പാരിറ്റീവ്ലി കുറവാണ് C സോണിന് ഉള്ളത്. എന്നിരുന്നാലും സാധാരണ പോളിസികളിൽ സോൺ പ്രീമിയം എടുക്കുമ്പോൾ ഉയർന്ന സോണിൽ നമ്മൾ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ കോ പേയ്മെൻറ്റ് നമ്മൾ നൽകേണ്ടതാണ്. എന്നാൽ ഈ പോളിസിയിൽ നിങ്ങൾ ഏത് സോണിൽ നിന്ന് പോളിസി എടുത്തിട്ട് ഏത് സോണിൽ ചികിത്സിച്ചാലും വേറെ എക്സ്ട്രാ എമൗണ്ട് ഒന്നും നൽകേണ്ടതില്ല. പ്രീമിയം ചാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന കമൻറ്റ് പല വീഡിയോയിലും കാണാറുണ്ട്. പലരുടെയും വിചാരം ഒരു ടിവിയുടെ അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ വില പറയുന്ന പോലെയാണ് ഇൻഷുറൻസ് പ്രീമിയം എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രീമിയം ചാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിന് അനവധി കാരണങ്ങളുണ്ട്. അവയിൽ ചിലത് ഞാനിവിടെ പറയാം. 35 വയസ്സുള്ള ഒരാളുടെ പ്രീമിയം ആയിരിക്കില്ല 36 വയസ്സുള്ള ഒരാൾക്ക് വരുന്നത്. ഇവരുടെ കൂടെ ഒരാൾ കൂടെ കൂടിയാൽ മറ്റൊരു പ്രീമിയവും മൂന്നാമതൊരാൾ കൂടിയാൽ വേറൊരു പ്രീമിയവും ആയിരിക്കും. കുട്ടിയുടെ എണ്ണത്തിനനുസരിച്ച് പ്രീമിയം വീണ്ടും മാറും. ഇതിനു പുറമെ എറണാകുളത്ത് താമസിക്കുന്ന ആളുടെ പ്രീമിയം ആയിരിക്കില്ല കണ്ണൂർ താമസിക്കുന്ന ആൾക്ക് വരിക. ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഡൽഹിയിലുള്ള ആൾക്കും വരിക. നിലവിലെ നിങ്ങളുടെ രോഗങ്ങൾക്കനുസരിച്ച് പ്രീമിയം വീണ്ടും മാറാം. ഇതിനു പുറമെ പോളിസിയോടൊപ്പമുള്ള ആഡ് ഓൺസിനനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം വരാം. മറ്റൊന്നാണ് കോ പേയ്മെന്റ്, ഡിഡക്റ്റബിൾ എന്നിവ. ഇതെല്ലാം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പ്രീമിയത്തിൽ വീണ്ടും വ്യത്യാസം വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം അറിയണമെങ്കിൽ 94
9095530858 എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഫിനാൻഷ്യൽ സർവീൻ്റെ സേവനം ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പോളിസി എടുത്തു തരിക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്, ക്ലെയിമിൻ്റെ സമയത്തും റിന്യൂവൽ സമയത്തും മറ്റ് അവസരങ്ങളിലും ഞങ്ങളുടെ സൗജന്യ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ പോളിസി എടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് IL എന്ന ICICI ലംബാർഡിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യലാണ്. നിങ്ങളുടെ പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതിൽ ലഭ്യമാണ്. വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണിത്. ഇതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എക്സ്ക്ലൂഷൻസ്. സാധാരണ കണ്ടുവരാറുള്ള എക്സ്ക്ലൂഷനാണ് സർക്കംസിഷൻ, സൂയിസൈഡ് അറ്റംപ്റ്റ്, അൺപ്രൂവൻ ട്രീറ്റ്മെൻറ്റ്, കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്, കൺജനീറ്റൽ എക്സ്റ്റേണൽ ഡിസീസ്, ആൽക്കഹോളിസം, ഡ്രഗ്സ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇന്റേണൽ സെൽഫ് ഇഞ്ചുറി, കോൺടാക്ട് ലെൻസ്, ഹിയറിംഗ് എയ്ഡ്സ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, പ്ലാസ്റ്റിക് സർജറി, ഡേഞ്ചർ സ്പോർട്സ് തുടങ്ങിയവയൊക്കെ. ഓരോ കമ്പനിക്ക് അനുസരിച്ച് ഇവയിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. കൂടുതൽ അറിയാനായി നിങ്ങൾ വോർഡിങ്സ് നോക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി ഞാനിവിടെ പറയാം. ഒന്നാമത്തേത്, നിങ്ങൾ ആശുപത്രിയിൽ മിനിമം 24 മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ആയാൽ മാത്രമേ ക്ലെയിം ലഭിക്കുകയുള്ളൂ. അഡ്മിറ്റ് ആയാൽ മാത്രം പോരാ, അവിടെ ഒരു ചികിത്സയും നടന്നിരിക്കണം. ഡേ കെയറിന് ഇത് ബാധകമല്ല. രണ്ടാമത്തേത്, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ 24 മണിക്കൂറിനുള്ളിൽ ക്ലെയിം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഹെൽത്ത് ഇൻഷുറൻസിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ഈ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാമെങ്കിൽ, ഏതെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിലോ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനോ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങൾ ഏത് പോളിസിയും എടുക്കുന്നതിന് മുമ്പായി അതിൻ്റെ ബ്രോഷറും വോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഉത്തമമായിരിക്കും. സമയക്കുറവ് മൂലം വീഡിയോയിൽ എല്ലാ പോയിന്റും പൂർണ്ണമായി വിശദമാക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ ഏതെല്ലാം രോഗങ്ങളാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതെന്നും ഏതെല്ലാമാണ് എക്സ്ക്ലൂഷൻ എന്നും മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ്, സബ് ലിമിറ്റ്, കോ പേയ്മെൻറ്റ് എന്നിവയും അറിഞ്ഞിരിക്കണം. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ മുൻപ് ഞാൻ ഇതേക്കുറിച്ച് ചെയ്ത വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐകാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലെയിം നിരസിക്കുന്ന സമയത്ത് ഇതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു, എനിക്കാരും ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു എന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫൈനാൻഷ്യൽ സർവിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പ്രോഡക്റ്റുകളുടെ ബ്രോഷർ, വോർഡിങ്സ്, പ്രീമിയം ചാർട്ട് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സർവിൻ്റെ വാട്സപ്പ്, ടെലഗ്രാം ചാനലുകളിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.